ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് അശ്വതിയുടെ വീടാണ്. അരുണിനെ കണ്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് അശ്വതി. തുടർന്ന് അശ്വതിയെ നോക്കിക്കൊണ്ട് അരുൺ കരഞ്ഞുകൊണ്ട് പറയുകയാണ് അഭിരാമി. തുടർന്ന് ശ്രീകുട്ടി പറയുകയാണ്, അമ്മേ, അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് ഈ അങ്കിള് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അന്ന് അവിടുത്തെ ഡോക്ടർ ചോദിക്കുകയാ അച്ഛനാണോ എന്ന്. കൂടാതെ ഇന്ന് അമ്മയ്ക്ക് വേണ്ടി സമ്മാനം വാങ്ങാൻ കടയിൽ പോയില്ലേ, അവിടുത്തെ ആളും ചോദിച്ചു ഇതെൻ്റെ അച്ഛനാണോ എന്ന്. അങ്കിളാണ് സാരിയും കേക്കും ഒക്കെ വാങ്ങി തന്നത്. ഇത് കേൾക്കുന്ന അശ്വതിയും ശ്യാമയും ഞെട്ടലോടെ അരുണിനെ നോക്കുകയാണ്. അങ്കിൾ എന്നെ ഇവിടെ ആക്കിയിട്ട് പോകാൻ ഒരുങ്ങിയതാ. ഞാൻ അങ്കിളിനെ നിർബന്ധിച്ച് ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. അങ്കിളാണ് ഇവിടുത്തെ ഒരുക്കങ്ങളൊക്കെ നടത്തിയത്. ഇനി ബർത്ത്ഡേക്ക് കാശില്ലെന്നും ഇവിടെ ആരുമില്ലെന്നും ഒന്നും പറഞ്ഞ് അമ്മ വിഷമിക്കേണ്ട ഒരു ആവശ്യവുമില്ല. ഇപ്പോൾ ശ്യാമേച്ചിയും അങ്കിളും ഉണ്ടല്ലോ, അമ്മയ്ക്ക് സന്തോഷമായില്ലേ എന്ന് ശ്രീകുട്ടി ചോദിക്കുമ്പോൾ നിസ്സഹായ അവസ്ഥയിൽ ശ്യാമയെ നോക്കുകയാണ് അശ്വതി. തുടർന്ന് ശ്യാമ മനസ്സിൽ പറയുകയാണ്, മോൾ ഇവിടെ നിന്ന എല്ലാ സത്യങ്ങളും അറിയും. അതിനു മുമ്പ് മോളെ ഇവിടുന്ന് എങ്ങനെയെങ്കിലും മാറ്റണം. മോള് വന്നേ, ശ്യാമജിക്ക് മോളോടൊരു കാര്യം പറയാനുണ്ട്. അപ്പോൾ കേക്ക് കട്ട് ചെയ്യണ്ടേ എന്ന് ശ്രീകുട്ടി ചോദിക്കുമ്പോൾ അതൊക്കെ നമുക്ക് കട്ട് ചെയ്യാമെന്നും മോളിപ്പോൾ എൻ്റെ കൂടെ വരാനും പറഞ്ഞുകൊണ്ട് ശ്രീകുട്ടിയും കൂട്ടി അകത്തേക്ക് പോവുകയാണ് ശ്യാമ. അങ്കിളെ, ഞാൻ വരാതെ പോകല്ലേ എന്ന് പറഞ്ഞ് ശ്രീകുട്ടി ശ്യാമയ്ക്കൊപ്പം അകത്തേക്ക് പോകുന്നു. അതേസമയം അരുണിന് എന്ത് മറുപടി കൊടുക്കുമെന്നറിയാതെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അശ്വതി. തുടർന്ന് അശ്വതിയെ നോക്കിക്കൊണ്ട് അരുൺ വിളിക്കുകയാണ് അഭിരാമി. ഇത് കേൾക്കുന്ന അശ്വതി നിസ്സഹായ അവസ്ഥയിൽ അരുണിനെ നോക്കുന്നു. ഞാൻ നിന്നെ എവിടെയെല്ലാം തിരഞ്ഞെന്നറിയാമോ, നീ എവിടെയായിരുന്നെന്ന് അരുൺ ചോദിക്കുമ്പോൾ അശ്വതി പറയുകയാണ് ജയിലില്. ഇത് കേൾക്കുന്ന അരുൺ ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ്. ജയിലിലോ? അപ്പോൾ ശ്രീകുട്ടി എൻ്റെ മോളാണെന്ന് അശ്വതി പറയുന്നു. അപ്പോൾ നീ വേറെ വിവാഹം കഴിച്ചോ എന്ന് അരുൺ ചോദിക്കുമ്പോൾ ഇല്ലെന്ന് അശ്വതി പറയുന്നു. അപ്പോൾ ഈ മോള് അത് എൻ്റെ കുഞ്ഞാണെന്ന് പറഞ്ഞില്ലേ? ഇത് കേൾക്കുന്ന അരുൺ ചോദിക്കുകയാണ്, അപ്പോൾ അന്ന് അഭിരാമി പ്രഗ്നൻ്റ് ആയിരുന്നോ? ശ്രീകുട്ടി അവള് എൻ്റെ മോളാണോ എന്ന് അരുൺ ചോദിക്കുമ്പോൾ പൊട്ടിക്കരയുകയാണ് അശ്വതി. അഭിരാമി, ശ്രീകുട്ടി നമ്മുടെ മോളാണെന്നോ ഞാൻ ചോദിച്ചത്. ഇത് കേൾക്കുന്ന അശ്വതി കരഞ്ഞുകൊണ്ട് പറയുകയാണ് അതെ. ഇത് കേൾക്കുന്ന അരുൺ ഒരു ഞെട്ടലോടെ അശ്വതിയെ നോക്കുന്നു. അഭിരാമി, ശ്രീകുട്ടി അപ്പോൾ എൻ്റെ മോളാണോ? എന്നിട്ട് നീ എന്താ ഒരിക്കൽ പോലും എൻ്റെ മുന്നിലേക്ക് വരാഞ്ഞത്? ഇതൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ലല്ലോ. എൻ്റെ ദൈവമേ, ഞാൻ എന്തൊരു പാപിയാണെന്ന് പറഞ്ഞ് കരയുകയാണ് അരുൺ. എന്നാ പിന്നെ എൻ്റെ വിവാഹത്തിന് മുമ്പെങ്കിലും നിനക്ക് എന്നോട് ഒരു വാക്ക് പറഞ്ഞുകൂടായിരുന്നോ എന്ന് അരുൺ ചോദിക്കുമ്പോൾ അശ്വതി പറയുകയാണ്, ആ സമയത്തൊക്കെ ഞാൻ ജയിലിലായിരുന്നു. ഞാൻ ജയിലിൽ നിന്നിറങ്ങി അരുണിനെ കണ്ടെത്തി കഴിഞ്ഞപ്പോഴേക്കും അരുണിൻ്റെ വിവാഹം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അരുണിൻ്റെ കണ്ണിൽ പെടാതെയുള്ള ഓട്ടത്തിലായിരുന്നു. ഒടുവിൽ ദൈവം അതിനും സമ്മതിച്ചില്ല. ഇപ്പോതാ അരുണിനെ ഞാൻ കണ്ടുമുട്ടി. സാരമില്ല, ഞാൻ എൻ്റെ മനസ്സിനെ ഒറ്റയ്ക്ക് ജീവിക്കാൻ പാകപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ്. അരുൺ പൊക്കോ, സന്തോഷത്തോടെ ജീവിച്ചോളൂ. ഞാനും മോളും ഒരിക്കലും അരുണിൻ്റെ ജീവിതത്തിന് ഒരു തടസ്സമാകില്ല. അത്രയും പറഞ്ഞുകൊണ്ട് അശ്വതി കരയുമ്പോൾ അശ്വതിയുടെ മുന്നിൽ നിന്ന് കൈകൂപ്പിക്കൊണ്ട് പൊട്ടിക്കരയുകയാണ് അരുൺ. അതേസമയം മോളെ കൊണ്ട് അശ്വതിയുടെയും ശ്രീകുട്ടിയുടെയും പടം വരപ്പിക്കുകയാണ് ശ്യാമ. മോള് വരയ്ക്ക്, ഞാനിപ്പോൾ വരാമെന്ന് ശ്യാമ പറയുമ്പോൾ കേക്ക് കട്ട് ചെയ്യാൻ താമസിക്കരുതെന്നും അങ്കിളിന് ധൃതിയുണ്ടെന്നാ പറഞ്ഞതെന്നും ശ്രീകുട്ടി പറയുന്നു. അത് സാരമില്ല, ഞാൻ അങ്കിളിനോട് പറഞ്ഞോളാം. മോള് പടം വരയ്ക്കുകയാണെന്നും കുറച്ച് വെയിറ്റ് ചെയ്യണമെന്നും. ശരി ശ്യാമേച്ചി എന്ന് ശ്രീകുട്ടി പറയുന്നു. ഇനിയെങ്കിലും നീ എന്നോട് സത്യം തുറന്ന് പറ അഭിരാമി, നീ എങ്ങനെയാ ജയിലിലായത്? എന്താണെങ്കിലും നീ ഒരു തെറ്റും ചെയ്യില്ലെന്ന് എനിക്കറിയാം. ആരോ നിന്നെ മനഃപൂർവ്വം പെടുത്തിയതാണ്. ആരാണെന്ന് നീ പറ. അതേസമയം ശ്യാമ അങ്ങോട്ടേക്ക് വരികയാണ്. അത് അശ്വതി ചേച്ചി പറയില്ല, പക്ഷേ അതാരാണെന്ന് എനിക്കറിയാമെന്ന് ശ്യാമ പറയുമ്പോൾ ഒരു ഞെട്ടലോടെ ശ്യാമയെ നോക്കുകയാണ് അശ്വതിയും അരുണും. വസുന്ധരാമയും ആദിയേട്ടനുമാണ് അത് ചെയ്തത്. ഇത് കേൾക്കുന്ന അരുൺ ഞെട്ടലോടെ ശ്യാമയെ നോക്കുന്നു. അതെ, അരുൺ എൻ്റെ കഴുത്തിൽ മിന്നുകെട്ടുന്നത് വസുന്ധരാമയ്ക്ക് താങ്ങാൻ സാധിക്കില്ലായിരുന്നു. ഇത് കേൾക്കുന്ന അരുൺ ദേഷ്യത്തോടെ പറയുകയാണ്, അമ്മയുടെ സ്വഭാവം എനിക്ക് നേരത്തെ അറിയാവുന്നതാ. പക്ഷേ ആദിയേട്ടനിൽ നിന്നും ഞാൻ ഇങ്ങനെയൊന്ന് പ്രതീക്ഷിച്ചതേയില്ല. ഒരുപക്ഷെ ആദിയേട്ടൻ അമ്മയുടെ വാക്ക് അനുസരിച്ചതാണെങ്കിലോ എന്ന് അമ്മ ചോദിക്കുകയാണ്. ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയെ എന്നിൽ നിന്നും അകറ്റാനും കള്ളക്കേസിൽ കുടുക്കി അവളെ ജയിലിലാക്കാനും മാത്രം എൻ്റെ അമ്മയോട് ഞാൻ എന്ത് ദ്രോഹമാ ചെയ്തത്? അശ്വതി ചേച്ചിയെ ഞാൻ ആ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഐശ്വര്യട്ടത്തിലെയും അരുണേട്ടൻ്റെയും ജീവിതം തകർക്കുമെന്ന അമ്മ പറയുന്നത്. അതുകൊണ്ടാ എന്നെ അവിടെ നിറക്കി വിട്ടത്. വസുന്ധരാമയുടെ സ്വന്തം ചോരയാണ് ശ്രീകുട്ടി. ഇന്നല്ലെങ്കിൽ നാളെ ചോരയ്ക്ക് മുന്നിൽ തല കുനിക്കേണ്ടി തന്നെ വരും. സമയം പടം റെഡിയായിട്ടുണ്ടെന്ന് പറഞ്ഞ് ശ്രീകുട്ടി അങ്ങോട്ടേക്ക് വരികയാണ്. മോളെ കണ്ണിമ ചിമ്മാതെ നോക്കുകയാണ് അരുൺ. മോൾ ഇതൊന്നും അറിയണ്ടെന്ന് ശ്യാമ പറയുന്നു. അതേസമയം ശ്രീകുട്ടിയെ വാത്സല്യത്തോടെ നോക്കുകയാണ് അരുൺ. അങ്കിൾ എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നതെന്ന് ശ്രീകുട്ടി ചോദിക്കുമ്പോൾ ഒന്നുമില്ലെന്ന് അരുൺ പറയുന്നു. എന്തേ, പടം വരച്ചത് കാണട്ടെ എന്ന് ശ്യാമ പറയുമ്പോൾ അത് കേക്ക് കട്ട് ചെയ്തതിന് ശേഷം ഞാൻ അമ്മയ്ക്ക് കൊടുത്തോളാമെന്ന് ശ്രീകുട്ടി പറയുന്നു. അങ്ങനെ അശ്വതിയുടെ അടുത്ത് നിന്നും ശ്യാമയെ മാറ്റി നിർത്തി അരുണിനോടൊപ്പം ചേർത്ത് നിർത്തുകയാണ് ശ്രീകുട്ടി. ഇതെല്ലാം നിസ്സഹായ അവസ്ഥയിൽ നോക്കി നിൽക്കാനേ ശ്യാമയ്ക്ക് സാധിക്കുന്നുള്ളൂ. അങ്ങനെ
അശ്വതി കേക്ക് കട്ട് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.